ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു NVD ക്ലാസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിൻ്റ് ചാർജ് Q എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക, കാരണം അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓൺ ദ ആക്സിസ് ഓഫ് ദി ഡൈപോൾ അറ്റ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അഥവാ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ നമ്മൾ രണ്ട് കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ആക്സിസും ഇക്വറ്റോറിയലും. അതേ ഐഡിയ തന്നെയാണ് നമ്മൾ പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ സെയിം സിറ്റുവേഷൻ തന്നെ, പക്ഷെ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? പൊട്ടൻഷ്യലാണ്. ഡൈപോളിൻ്റെ ആക്സിലുള്ള പൊട്ടൻഷ്യലും ഡൈപോളിൻ്റെ ഇക്വറ്റോറിയലുള്ള പൊട്ടൻഷ്യലും അതേപോലെ അറ്റ് എനി പോയിന്റ്. ഡൈപോൾ കാരണം നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ, ഡൈപോളിൻ്റെ അടുത്ത് വേറെ എവിടെയെങ്കിലും ഒരു പോയിന്റ് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. അങ്ങനെ 3 സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം പറയുന്നതാണ് എന്ത്? ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിസിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുക. ഇതൊരു -Q ചാർജാണ്, ഇതൊരു +Q ചാർജാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള സെൻറ്ററിന് O എന്ന് വിളിക്കാം. ഇത് L ആണ്, ഇത് L ആണ്. അപ്പോൾ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മളൊരു ഡൈപോൾ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് തരുന്ന ഡൈപോൾ മൊമെൻ്റ് ആണ്. ഡൈപോൾ മൊമെൻ്റ് P എന്ന ലെറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. P = Q × 2L. ഏതെങ്കിലും ഒരു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് 2L. ഇതാണ് എന്ത്? ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടാവണം, കാരണം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫിഗറും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് Q അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് Q ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവണം. ആ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ: V = KQ/R. ഈ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവണം, കാരണം ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡെറിവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് മനസ്സിലിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതേപോലത്തെ ഒരു ഡൈപോളാണ്. ഒരു -Q ചാർജ് ഉണ്ട്, അതേപോലെ ഒരു +Q ചാർജ് ഉണ്ട്. സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇത് സെൻറ്റർ O എന്ന് വിചാരിച്ചോ, ഇത് L, ഇത് L. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന്, ഇതാണ് സെൻറ്ററിൽ നിന്ന് X ഡിസ്റ്റൻസിൽ, ആക്സിസിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിസ്. ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ്, അതാണ് ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ പോയിന്റ് ഞാൻ P എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഈ ആക്സിസിലേക്കുള്ള, അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള അകലം X ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റിൽ, P എന്ന പോയിന്റിലെ പൊട്ടൻഷ്യലാണ് എനിക്ക് വേണ്ടത്, V. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ ഐഡിയ. കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നുള്ളത് V ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്: V = KQ/R ആണ്. അത് നമ്മൾ ജനറലൈസ് എഴുതി വെച്ചേക്കാണ്. ഈ R-ന് പകരം ഇവിടെ X ആണെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾക്കറിയാം, പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ചാർജിൻ്റെ പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ട്. കാരണം ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാവും, അതേപോലെ ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, 2 പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിനൊരു പേര് കൊടുക്കുകയാണ് 1, 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് പൊട്ടൻഷ്യൽ VNet എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? VNet = V1 + V2 ആയിരിക്കും. കാരണം ഇവിടെ ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആണ് V1, ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആണ് V2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ VNet എന്ന് പറഞ്ഞാൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ V1 + ഇതിൻ്റെ പൊട്ടൻഷ്യൽ + ഇതിൻ്റെ പൊട്ടൻഷ്യൽ. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കിതിൻ്റെ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വേണം. കാരണം ആദ്യം ഈ ചാർജിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള അകലം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഡിസ്റ്റൻസ് X ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്താ? സിമ്പിളായിട്ട് പറഞ്ഞോളൂ, ടോട്ടൽ ഡിസ്റ്റൻസ് X ആണ്. ഈ ഡിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് എത്രയാണ്? L ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്താണ്? സിമ്പിളായിട്ട് പറയാം, X - L. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? X - L ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് നമുക്ക് വേണം, കാരണം ഈ ചാർജിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം നമുക്ക് വേണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് X ആണ്, ഇത് L ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇവിടെ നിന്നുള്ള ഇങ്ങോട്ട് എന്താണ്? X + L ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? X + L ആയിരിക്കും. അത് നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്?
വി ഈസ് ഈക്വൽ ടു കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V1 നമുക്ക് കണ്ടുപിടിക്കില്ല. V1 ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. അപ്പോൾ ചാർജിന് നമ്മൾ പൊട്ടൻഷ്യൽ അടിക്കുമ്പോൾ എന്ത് കൊടുക്കണം? സൈൻ കൊടുക്കണം, മസ്റ്റാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? കെ അതുപോലെ ഉണ്ടാവും. പിന്നെ ചാർജ് എന്താ വരിക? -q ആണ്. അപ്പോൾ കെ ഇൻറ്റു -q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അത് എത്രയാണ്? x+l ആണ്. അപ്പോൾ x+l. അപ്പോൾ എന്താ വരിക? -kq ഡിവൈഡഡ് ബൈ x+l. അപ്പോൾ ഒന്നാമത്തെ ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ കിട്ടി. ഇനി രണ്ടാമത്തെ ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V2 വിച്ച് ഈസ് ഈക്വൽ ടു കെ. ചാർജ് എന്താണ്? q ആണ്, +q ആണ്. അപ്പോൾ ഞാൻ q എന്ന് കൊടുക്കുകയാണ്. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇതാണ് ഡിസ്റ്റൻസ്. എത്രയാണ്? x-l ആണ്. x-l. പിന്നെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് പിന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക? കെ ക്യൂ എന്ന് ഇടാം. അപ്പോൾ കെ ക്യൂ ഡിവൈഡഡ് ബൈ x+l അല്ല x-l. അപ്പോൾ രണ്ടും ആയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ട് വാല്യൂസ് V1 ഉം V2 ഉം ഈക്വേഷൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ കിട്ടും. അപ്പോൾ നോക്കാം. V net ഈസ് ഈക്വൽ ടു എന്താ വരിക? V1 എന്താണ്? -kq ഡിവൈഡഡ് ബൈ x+l. പിന്നെ എന്താ വരിക? +kq ഡിവൈഡഡ് ബൈ x-l. ഓക്കെ അല്ലേ? ഇനി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് kq കോമൺ ആണ്. രണ്ടിലും kq ഉണ്ട്. അതിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക? V net ഈസ് ഈക്വൽ ടു ആ kq നിങ്ങൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക? kq ഇൻറ്റു അകത്ത് ഞാൻ ഇതിനെ രണ്ടാമത് എഴുതുകയാണ്, ഇതിന് ആദ്യം എഴുതുകയാണ്. അപ്പോൾ 1/x-l. പിന്നെ ബാക്കിയുള്ളത് 1 ഡിവൈഡഡ് ബൈ x+l. ഇങ്ങനെയല്ലേ വരിക? ഇത് ഞാൻ രണ്ടാമത് എഴുതിയെന്നുള്ളൂ, ഇത് ഞാൻ ആദ്യം എഴുതിയെന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾക്കറിയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, LCM എടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക? V net ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ kq പുറത്തുണ്ടാവും. kq ഇൻറ്റു ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? x+l മൈനസ് ഇവിടെ എന്തുണ്ടാവും? x-l ഡിവൈഡഡ് ബൈ x-l ഇൻറ്റു x+l. ഓക്കെ അല്ലേ? ഇത്രയും സ്റ്റെപ്സ് ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ എന്താ വരിക? V net ഈസ് ഈക്വൽ ടു kq ഇൻറ്റു x+l ഇതിനകത്തേക്ക് കൊടുക്കുക. അപ്പോൾ -x ആവും, +l ആവും. -x+l ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ സംഭവിക്കുക? ഇത് a² a-b ഇൻറ്റു a+b ആണ്. അതെന്താണ്? a² - b² ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? x² - l². ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് പോണ്. ഇവിടെയാണ് എഴുതുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ -x-ഉം ഈ +x-ഉം ക്യാൻസൽ ആയി പോകും. പിന്നെ ഈ എല്ലും കൂടെ കൂട്ടിയാൽ എന്ത് വരും? 2l എന്ന് വരും. അപ്പോൾ എന്താ വരിക? V net ഈസ് ഈക്വൽ ടു എന്താ വരിക? kq ഇൻറ്റു അകത്തെന്തുണ്ടാവും? 2l അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇടണ്ട, 2l ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ടാവും? x² - l². ഇത് ഞാൻ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ അല്ലേ? ഇനി എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ. ഇതെന്താണ്? q ഇൻറ്റു 2l. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ഡൈപോൾ മൊമെൻറ്റ് p അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കുക? പിന്നെ മാത്രമല്ല അവിടെ ഒരു അപ്രോക്സിമേഷൻ ഉണ്ട്. എന്താണ് അപ്രോക്സിമേഷൻ? നിങ്ങൾക്കറിയാം, നമ്മൾ ഈ എല്ലിൻ്റെ ലെങ്ത്ത് ഈ എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് എന്ത് നെഗ്ലക്റ്റ് ചെയ്യാം? അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ മച്ച് ഗ്രേറ്റർ ദാൻ എൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എല്ല് നെഗ്ലക്റ്റ് ചെയ്യാം, വളരെ ചെറുതായതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എക്സ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ എൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ നെഗ്ലക്റ്റ് എൽ എന്ന് വെച്ചാൽ എല്ലിന് നമ്മൾ അപ്രോക്സിമേറ്റ്ലി എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. അപ്പോൾ എന്താ വരിക? V net ഈസ് ഈക്വൽ ടു എന്താ വരിക? kp ഡിവൈഡഡ് ബൈ ഇവിടെ ഇത് 0 ആവും. അപ്പോൾ എന്താ വരിക? x². ക്ലിയർ അല്ലേ? ഇതാണ് എന്ത്? ഒരു ഡൈപോളിൻ്റെ ആക്സിസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. V net ഈസ് ഈക്വൽ ടു kക്ക് വാല്യൂ എടുക്കാം 1/4πε0 p ഡിവൈഡഡ് ബൈ x². ചില ബുക്കുകളിൽ 6 വെച്ച് ചെയ്യാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 6 വെച്ച് ചെയ്യുമ്പോൾ എന്താവും? 1/4πε0 p ഡിവൈഡഡ് ബൈ r² എന്ന് വരും. ഇതാണെന്ത്? ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. രണ്ട് ചാർജിൻ്റെയോ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫൈനൽ ഇക്വേഷൻ അങ്ങനത്തെ ഒരു സാധനം കിട്ടും. V net ഈസ് ഈക്വൽ ടു kp ഡിവൈഡഡ് ബൈ x². ക്ലിയർ അല്ലേ? ഇപ്പോൾ ഈ ഡെറിവേഷൻ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദി ഡൈപോൾ. വി ഇക്വറ്റോറിയൽ എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഒരു ഡൈപോളിൻ്റെ
സെൻറ്ററിൽ നിന്ന് 90 ഡിഗ്രി ആംഗിളിൽ ഒരു എക്സ് അകലത്തിലൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര എന്നുള്ളതാണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സിറ്റുവേഷൻ ഒരു ഫിഗറായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഒരു -q ഇവിടെ ഉണ്ടാവും, ഒരു +q ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ ഡൈപോളാണ്. ഇതിൻ്റെ സെൻറ്റർ O എന്ന് വിചാരിച്ചോ. ഇത് L ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇതാണ്. സെൻറ്ററിൽ നിന്ന് എക്സ് അകലത്തിൽ അവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇതാ ഈ ഡിസ്റ്റൻസ് ആണ് എക്സ്. ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആവശ്യമുള്ളത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു ചാർജിനെ 1 എന്ന് വിളിക്കുകയാണ്, ഈ ഒരു ചാർജിനെ 2 എന്ന് വിളിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് പൊട്ടൻഷ്യൽ വി നെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, V1 + V2 എന്ന് വെച്ചാൽ ഈ രണ്ട് ചാർജിൻ്റെ പൊട്ടൻഷ്യലും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ എന്ത് കിട്ടും, നെറ്റ് പൊട്ടൻഷ്യൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജനറൽ ഇക്വേഷൻ പറയുകയാണ് V = KQ/R എന്ന് വെച്ചാൽ ഒരു പോയിന്റ് ചാർജിലെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇതൊരു പോയിന്റ് ചാർജായിട്ട് പരിഗണിക്കുക, ഇതൊരു പോയിന്റ് ചാർജായിട്ട് പരിഗണിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V1 എത്രയായിരിക്കും, V1 = KQ/, ഈ ഡിസ്റ്റൻസ് വേണം. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഒന്നാമത്തെ ചാർജാണ്. അപ്പോൾ അത് -Q ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ × -Q അപ്പോൾ അല്ലെങ്കിൽ കൺഫ്യൂഷനോ × -Q ആണ്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് വേണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഡിസ്റ്റൻസ് വേണം. ഇത് 90 ഡിഗ്രിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് അപ്ലൈ ചെയ്താൽ മതി. പൈതഗോറസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് L ആണ്, ഇത് X ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും, √(x² + L² ആയിരിക്കും ആ ഡിസ്റ്റൻസ്. അതേപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിളിന് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം, ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും, √(x² + L² ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ R എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡിസ്റ്റൻസ് ഇതാണ് എടുക്കേണ്ടത്. കാരണം ഇവിടുന്ന് ഈ ഒരു ചാർജിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് √(x² + L². അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, √(x² + L². അപ്പോൾ അത് കിട്ടി, V1 കിട്ടി. ഇനി V2 എന്താണ് കിട്ടുക, V2 = എന്താ വരിക, സെയിം ഇക്വേഷൻ തന്നെ. ചാർജ് എന്താണ്, ഈ ചാർജാണ്, +Q ചാർജാണ്. അപ്പോൾ Q എന്ന് ഇടുകയാണ്, / ഇതേ ഡിസ്റ്റൻസ് തന്നെയാണ്. ഇതാണ് നമ്മുടെ പോയിന്റ് P, സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ എന്താ വരിക, √(x² + L². ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, -KQ/(x² + L² എന്ന് എഴുതാം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പോൾ ഇതെന്താ വരിക, KQ/√(x² + L² എന്നായി. അപ്പോൾ V1 കിട്ടി, V2 കിട്ടി, ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്താ വരിക, VNet = എന്താ വരിക, V1 പകരം അത് കൊടുക്കുക, എന്താ വരിക, -KQ/(x² + L², x² + L² പ്ലസ് KQ/√ഉണ്ട്, ഇവിടെ റൂട്ടുണ്ട്, √(x² + L². ഓക്കെ അല്ലേ? അപ്പോൾ ഇത് -KQ/√(x² + L² ആണ്. ഇത് +KQ/√(x² + L², മൈനസും പ്ലസും ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് പോകാം. അപ്പോൾ എന്താ വരിക, VNet = 0 എന്ന് വെച്ചാൽ V ഇക്വിറ്റോറിയൽ എത്രയാണ് വരിക, 0 എന്നാണ് വരിക. എന്ന് വെച്ചാൽ നമ്മളൊരു ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ടറിൽ നമ്മളൊരു പോയിന്റ് P എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ Pയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? അതാണെന്ത് നമ്മുടെ രണ്ടാമത്തെ പൊട്ടൻഷ്യലിൻ്റെ സിറ്റുവേഷൻ ഡൈപോളിൻ്റെ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡൈപോളുമായി ബന്ധപ്പെട്ടുള്ള പൊട്ടൻഷ്യലിൻ്റെ മൂന്നാമത്തെ സിറ്റുവേഷനാണ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എനി പോയിന്റ്, ഏതൊരു പോയിന്റ് എടുത്താലും. ഞാൻ പറയാൻ എന്താണെന്നുള്ളത്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ. ഇത് എക്സാമിന് 3 മാർക്കും 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്ത് ആ ഇമ്പോർട്ടൻ്റ് സിമ്പിൾ അവിടെ ഇട്ട്, വെരി 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 ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ. അപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ. ഒരു -Q ചാർജ് +Q ചാർജ് അടങ്ങിയിരിക്കുന്ന ഒരു ഡൈപോള്. ഇതിന് സെൻറ്ററാണിത് O, ഇത് L, ഇത് L. ഞാൻ നേരത്തെ സിറ്റുവേഷനിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, അതാണ് ആക്സിസ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, അതാണ് ഇക്വിറ്റോറിയൽ. ഇത്തവണ ഞാൻ എടുക്കാൻ പോകുന്ന പോയിന്റ് തോന്നിയ ഒരു പോയിന്റാണ്. സപ്പോസ് ഇവിടെ നിന്നാണ് എടുക്കുക, ഈ ഒരു പോയിന്റ് ഞാൻ ഇവിടെയാണ് പോയിന്റ് എടുക്കുന്നത് വിചാരിച്ചു, പോയിന്റ് P. ഈ പോയിന്റ് കുറച്ചുകൂടെ പുറത്തെടുക്കാം, പോയിന്റ് P. ഇവിടെയാണ് നമ്മുടെ പോയിന്റ് P എന്ന് വിചാരിച്ചു. ഈ P എവിടെയാണ് കിടക്കുന്നത്, ഇൻഫിനിറ്റിയിലാണെന്ന് വിചാരിച്ചു. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വളരെ അകലെയാണ്, ഒരുപാട് ദൂരെയാണ്. ഇതാണ് ഡൈപോള്. ആ ഡൈപോളിൽ നിന്ന് ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡൈപോളിൽ നിന്ന് ഇൻഫിനിറ്റി ദൂരമാണ്, ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. ഓക്കെ അല്ലേ? അതാണ് സിറ്റുവേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്,
ഇതൊരു ഡിസ്റ്റൻസ് അല്ലേ, ഈ ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് വിളിക്കുക, ആർ എന്ന് വിളിക്കുക. തോന്നിയ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഞാൻ ആർ എന്ന് വിളിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചു. ആ രണ്ട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കണം. ഒന്നെന്താണ്, ഈ പോയിന്റിലേക്കുള്ള സെൻട്രൽ നിന്നുള്ള അകലം ആറാണ്. അതേപോലെ തന്നെ ഈ പോയിന്റും നമ്മളൊരു വര വരയ്ക്കുമ്പോൾ ഈ പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡൈപോളുമായിട്ടൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആംഗിൾ എന്താണ്, തീറ്റ എന്ന് വിചാരിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു സിറ്റുവേഷനിൽ ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് വേണ്ടത്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ രണ്ട് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാവും. ഒന്ന് ഈ ചാർജ് കാരണമുള്ള ഉണ്ടാവും, ഒന്ന് ഈ ചാർജ് കാരണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനെ 1 എന്ന് വിളിക്കുക, ഈ ചാർജിനെ 2 എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വി നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, V1 + V2 ആണ്. സംശയമൊന്നുമില്ല, V1 + V2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, V1 വേണം, V2 വേണം. ഇക്വേഷൻ എന്താണ്, ജനറൽ ഇക്വേഷൻ V = എന്താണ്, KQ/R ആണ്. ആണല്ലോ. അപ്പോൾ V1 കിട്ടണമെങ്കിൽ ഈ ചാർജിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം വേണം. അത് ഞാൻ അസ്യൂം ചെയ്യണം, ഇതാണെന്ന് വിചാരിച്ചോ. ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്, ഇങ്ങനെ. അതേപോലെ തന്നെ ഇവിടെയും ഉണ്ടാവും, ഈ ഒരു ഡിസ്റ്റൻസ് വേണം, ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 എന്ന് വിചാരിച്ചോ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R2 എന്ന് വിചാരിച്ചോ. അത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V1 എത്രയായിരിക്കും, V1 = എന്താണ്, ഇത് -Q ചാർജാണ്. അപ്പോൾ Q വേണം, പൊട്ടൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ചാർജിന് സൈൻ കൊടുക്കണം, K × -Q ഡിവൈഡർ ബൈ ഡിസ്റ്റൻസ് എത്ര, ഇതാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്റ്റൻസ് എത്ര എടുത്ത്, R1 ആണ്. അപ്പോൾ R1 അപ്പോൾ എന്താ വരിക, KQ ഡിവൈഡർ ബൈ R1. അപ്പോൾ അത് കിട്ടി, V1 കിട്ടി. ഇനി അതേപോലെ V2 വേണം. V2 = ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, R2 ആണ്. ചാർജ് Q ആണ്. അപ്പോൾ എന്താണ്, K × Q ഡിവൈഡർ ബൈ R2. അപ്പോൾ KQ ഡിവൈഡർ ബൈ R2. അപ്പോൾ രണ്ടുമായി, R2 താഴെ സ്ക്വയറിന് എഴുതിയത് R2. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ V1 ഉം V2 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക, VNet = എന്താ വരിക, -KQ ഡിവൈഡർ ബൈ R1 + KQ ഡിവൈഡർ ബൈ R2. രണ്ടും കൂടെ കിട്ടി. ഇത് നിങ്ങൾക്ക് അറിയാം, ഇതിൽ KQ കോമൺ ആണ്, പുറത്തെടുക്കുക. അപ്പോൾ എന്താ വരിക, VNet = KQ പുറത്തെടുക്കുമ്പോൾ ഇതിന് ഞാൻ ആദ്യം എഴുതി. അപ്പോൾ 1/R2 - 1/R1. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഇനി LCM എടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ എന്താ വരിക, VNet = KQ ഇതിങ്ങോട്ട് വരിക. അപ്പോൾ എന്താ, R1 - R2 ഡിവൈഡഡ് ബൈ R1 R2. LCM എടുത്തു, താഴെയുള്ള രണ്ട് ടേമും മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് R1 + R2. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ R1 ഉം R2 R1 - R2 നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പരിപാടി ചെയ്യാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കൂ, ഇങ്ങനൊരു സാധനം വിചാരിച്ചോ. അപ്പോൾ ഇത് ഒരു ലെങ്ത്താണ്, ഇത് ഒരു ലെങ്ത്താണ്, ഇത് നല്ല ലെങ്ത്തുള്ളൊരു ലൈനാണ്, ഇത് അതിനേക്കാൾ ലെങ്ത്ത് കുറഞ്ഞൊരു ലൈനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ സെയിം ലെങ്ത്, എനിക്ക് ഈ ഒരു ലെങ്ത് തന്നെ ഇവിടെ ഈ ഒരു ലൈനിൽ മെഷർ ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഈ ലെങ്ത്തും എന്ത് ചെയ്തു, സെയിം ആയി. ക്ലിയർ അല്ലേ? ആ ഒരു ഐഡിയ ഞാനിവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്കിയിരുന്നോ എന്താ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നോക്കൂ, ഇത് വേണം, ഇതാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് R1, നമ്മൾ ഈ ഒരു ലെങ്ത് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക എന്ന് വിചാരിച്ചു. അതിങ്ങനെ നേരത്തെ അവിടെ ചെയ്ത പോലെ ഇത് പെർപെൻഡിക്കുലർ ആണ്, അപ്പോൾ ഇതും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ലെങ്ത്തും സെയിം ആയി. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ലെങ്ത് എത്രയായിരിക്കും? ഇത് ടോട്ടൽ R1 ആണ് അല്ലേ? ഇത് എത്രയാണ്? ഇപ്പോൾ നമ്മൾ അളന്നെടുത്ത് കഴിഞ്ഞാൽ ഇതും ഒരേ ലെങ്ത് ആയതുകൊണ്ട് ഇതും ഒരേ ലെങ്ത് ആയതുകൊണ്ട് ഇതിപ്പോൾ R2 ആയി. അപ്പോൾ ഇതിപ്പോൾ R2 ആണ്, ഈ ലെങ്ത് തന്നെയാണ്, ഇത് R2 ആണ്. ഇത് എത്രയാണ് കണ്ടുപിടിക്കണമെങ്കിൽ, ഇത് ടോട്ടൽ R1 ആണ്. അപ്പോൾ ഇത് എത്രയാണ്, R1 - R2 അല്ലേടാ, ഇത്രയും. ഇത് ടോട്ടൽ R1, ഇത് R2, ഇത് നമ്മൾ മെഷർ ചെയ്തെടുത്തല്ലേ, 90 ഡിഗ്രി ആക്കി മെഷർ ചെയ്തെടുത്തല്ലേ. അപ്പോൾ R1 - R2. അപ്പോൾ എനിക്ക് ഈ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം, വേണം. ക്ലിയർ അല്ലേ? അതാണ് നമ്മൾ എന്ത് ചെയ്യണത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഞാനതിനൊരു പേര് കൊടുക്കുകയാണ്. ഇത് A, ഇത് B, ഇത് C. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു ട്രയാങ്കിൾ ഫ്രം ട്രയാങ്കിൾ ABC ഞാൻ എന്ത് ചെയ്യാണ്, കോസ് തീറ്റ എടുക്കുകയാണ്.
നോക്കൂ, ഇത് തീറ്റയാണ്, ഇതും തീറ്റയാവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെയായത്? നമ്മൾ എടുക്കുന്ന പോയിന്റ് വളരെ ദൂരെയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡൈപോളിൻ്റെ അല്ല, വളരെ ചെറുതുമാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പോയിന്റ് വളരെ ദൂരെയും നമ്മളുടെ ഡൈപോളിൻ്റെ ലെങ്ത്ത് ചെറുതും ആയതുകൊണ്ട് നമുക്ക് ഈ വരച്ച ലൈനുകളൊക്കെ ഓൾമോസ്റ്റ് പാരലൽ ലൈനായിട്ട് പരിഗണിക്കാൻ പറ്റും. അങ്ങനെ പാരലൽ ലൈനായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഈ ആംഗിളിനെ അപ്രോക്സിമേറ്റ് എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെയാണത് വരിക? സിമ്പിളായിട്ട് വരും. കോസ് തീറ്റ എടുക്കുകയാണ്. കോസ് തീറ്റ ഈക്വൽ ടു, നമുക്ക് വേണ്ടത് R1 മൈനസ് R2 അല്ല, R1 മൈനസ് R2 ആണ്. അപ്പോൾ കോസ് തീറ്റ നമുക്ക് വേണം. ആ കോസ് തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രയാങ്കിൾ എടുത്തത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇത് തീറ്റയാണ് അല്ലേ? അപ്പോൾ കോസ് തീറ്റ എന്താ വരിക? ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ കോസ് തീറ്റ എന്താ വരിക? BC ഡിവൈഡഡ് ബൈ AB അല്ലേ കോസ് തീറ്റ വരിക? അല്ല, BC അഡ്ജസൻറ്റ് സൈഡ് ബൈ അല്ല, AB ഡിവൈഡഡ് ബൈ BC അല്ലേ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ കോസ് തീറ്റ എന്താ വരിക? AB ഡിവൈഡഡ് ബൈ BC ആണല്ലോ. അതിൽ AB എന്താണ്? AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 മൈനസ് R2 ആണ്. പിന്നെ BC എന്താണ്? L പ്ലസ് L, 2L ആണ്. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താ വരിക? R1 മൈനസ് R2 ഡിവൈഡഡ് ബൈ BC എന്താണ്? 2L ആണ്. അപ്പോൾ ഇതിന് ഇങ്ങ് ക്രോസ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? R1 മൈനസ് R2 ഈസ് ഈക്വൽ ടു 2L കോസ് തീറ്റ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടി. ഇത് R1 മൈനസ് R2 ആണ് വേണ്ടിയിരുന്നത്, നമുക്ക് എന്ത് ചെയ്ത് അവിടെ കിട്ടി. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഈ R1 മൈനസ് R2 സ്ഥലത്ത് എന്ത് ചെയ്യുക? ഈ 2L കോസ് തീറ്റ കൊടുക്കുക. അപ്പോൾ എന്താ വരിക? VNet ഈസ് ഈക്വൽ ടു എന്താ വരിക? KQ ഇൻറ്റു R1 മൈനസ് R2 എന്താണ്? R1 മൈനസ് R2 സ്ഥലത്ത് എന്ത് കൊടുക്കാം? 2L കോസ് തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ 2L കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R1 R2. ഓക്കെ അല്ലേ? ഇതെന്താണ്? Q ഇൻറ്റു 2L നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡൈപോൾ മൊമെൻറ്റ് P അല്ലേ? അപ്പോൾ എന്താ വരിക? VNet ഈസ് ഈക്വൽ ടു KP കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R1 R2. റെഡി അല്ലേ? ഇനി ഞാൻ ഒരു അസംഷൻ ഉണ്ട്. ഇഫ് R1 ഈക്വൽ ടു R2, ഈ R1ഉം R2ഉം സെയിം ആയി കഴിഞ്ഞാൽ, കാരണം അകലെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസിനെയും അപ്രോക്സിമേറ്റ് ചെയ്യാം, വളരെ ദൂരെ ആയതുകൊണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് വളരെ ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പരിഗണിക്കാം. അപ്പോൾ ഈ R1 ഈസ് ഈക്വൽ ടു R2 വന്നു കഴിഞ്ഞാൽ എന്താ വരിക? VNet ഈസ് ഈക്വൽ ടു എന്ത് വരും? KP, ഇതിന് R1 ഈസ് ഈക്വൽ ടു R2 ഈക്വൽ ടു R എന്ന് കൊടുക്കുകയാണെ. ഇഫ് R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R എന്ന് കൊടുക്കുക, ജനറലി R എന്ന് കൊടുക്കുക. അപ്പോൾ എന്താ വരിക? VNet ഈസ് ഈക്വൽ ടു എന്താ വരിക? KP കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R ഇൻറ്റു R എന്ന് വരും. അതെന്താണ്? R² ആണ്. അപ്പോൾ നമ്മൾ VNet കിട്ടി. VNet ഈസ് ഈക്വൽ ടു KP കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R². ഇതാണ് എന്ത്? അറ്റ് എനി പോയിന്റ്. അപ്പോൾ നമുക്ക് എന്ത് മതി? ഈ ആംഗിളും ഈ ഡിസ്റ്റൻസും മതി. നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏതൊരു പോയിന്റിലെയും പൊട്ടൻഷ്യൽ, ഡൈപോൾ കാരണമാകുന്ന പൊട്ടൻഷ്യൽ, ഈ ആംഗിളും അതേപോലെ തന്നെ Pയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ല? ആംഗിൾ P അല്ല, R അറിയാമെങ്കിൽ ആംഗിളും Rഉം തീറ്റയും Rഉം അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതൊരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ കൂടെ എഴുതാം. VNet ഈസ് ഈക്വൽ ടു, Kക്ക് വാല്യൂ എടുക്കാം, 1/4πε0 P കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R². ഇതാണെന്ത്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ അറ്റ് എനി പോയിന്റ്. ഇനി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ V ആക്സിസും V ഇക്വിറ്റോറിയലും സുഖസുന്ദരമായിട്ട് കണ്ടുപിടിക്കാം. അതാണ് നമുക്ക് അടുത്ത സെഷനിൽ പറയാനുള്ളത്. സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. അതിൽ ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ആക്സിസിന് ഒരു ആംഗിൾ ഉണ്ട്, ഈ ഇക്വിറ്റോറിയൽ ഒരു ആംഗിൾ ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ഒറ്റ ഡിഗ്രി എഴുതാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാം? അടുത്ത സെഷനിൽ പറയാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പറയുള്ളത് ഈ KP കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R² എന്ന പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ V ആക്സിസും V ഇക്വിറ്റോറിയലും കണ്ടെത്താന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ജനറൽ ഇക്വേഷൻ ഉപയോഗിച്ച്, അറ്റ് എനി പോയിന്റ് ഇക്വേഷൻ അല്ല പൊട്ടൻഷ്യൽ, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതും ഈ ഒരു സിറ്റുവേഷനിലുള്ള കണ്ടീഷനും അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, KP കോസ് തീറ്റ ബൈ R². അപ്പോൾ ഈ ആക്സിസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പൊട്ടൻഷ്യൽ ഇതാണ്. പൊട്ടൻഷ്യലിലേക്കുള്ള അകൽ, അല്ലെങ്കിൽ പോയിന്റിലേക്കുള്ള, ഈ പോയിന്റാണ് നമ്മുടെ P, ഈ പോയിന്റിലേക്കുള്ള അകൽ ഇതാണ് അല്ലേ? അപ്പോൾ ജനറലി പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതായിരുന്നു നമ്മുടെ ആംഗിൾ തീറ്റ അല്ലെ? ഇത്തവണ ആക്സിലാകുമ്പോൾ നേരെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതെവിടെയോ നിൽക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഡൈപോളിൻ്റെ ഡൈപോളിൻ്റെ മുകളിൽ കൂടെ തന്നെയല്ലേ ഈ ഡിസ്റ്റൻസ് പോകുന്നത്.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തീറ്റ എത്രയും വരിക, തീറ്റ ഈക്വൽ എത്രയും വരിക, 0 ഡിഗ്രിയാണ് വരിക. പിന്നെ ഡിസ്റ്റൻസ് എടുക്കുന്ന എക്സ് ആണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ വരും, വി ആക്സിസ് എങ്ങനെ വരും, മോൾഡ് ഇക്വേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് കെ പി കോസ് 0 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്നാവും. ആറിന് പകരം എക്സ് ആയി. കോസ് 0 എന്താണ് 1, വിച്ച് ഇസ് ഈക്വൽ എന്താണ് കെ പി ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ഡെറിവേഷനിലും കണ്ടെത്തിയത്. സെയിം സാധനം സുഖസുന്ദരമായിട്ട് ഈ ആംഗിൾ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ കണ്ടീഷൻ നോക്കിയേ, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. നമ്മുടെ ഇക്വേഷൻ കെ പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ തീറ്റ ഇത്രയാണ് വരിക, ഇവിടെ തീറ്റ ഇത്ര വരിക, തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ് വരിക. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരിക, വി ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, കെ പി കോസ് 0 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ എടുത്ത് ഇങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയല്ല നേരത്തെ എടുത്തത്. ഇങ്ങനെ വരുന്ന സമയത്ത് 90 ഡിഗ്രി ആയി. അപ്പോൾ കെ പി കോസ് 0 അല്ല കോസ് 90 എത്ര വരിക, കെ പി കോസ് 90 എന്താണ് 0 ആണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ വി ഇക്വറ്റോറിയൽ എന്താണ് 0. ഇങ്ങനെയാണ് എന്ത് വന്നത്, ആ കണ്ടീഷൻ വന്നത്. സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ജനറൽ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വി ആക്സിസും വി ഇക്വറ്റോറിയലും എന്ത് ചെയ്യാം, ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതെന്ത് ചെയ്യുക, അടുത്ത ദിവസം വരുമ്പോൾ അടുത്ത ക്ലാസ് കാണാൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ടാറ്റ.